അപ്പം ശരീരത്തിന്റെ താളത്തിൽ നിന്ന് മാറി ചവിട്ടാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അത് ശരീരത്തിന് മനസ്സിലാവും. നോൺ വെജ് അനിയന്ത്രിതമായിട്ട് ഒരു കൺട്രോളും ഇല്ലാതെ കഴിക്കുകയാണ്. ഒരു ഹോൾ എഗ് കഴിച്ചാൽ ആർക്കും ഒന്നും വരത്തില്ല. ഇങ്ങനെ പല പല ഡയറ്റ് ഉണ്ട്. അപ്പം സെലിബ്രിറ്റീസ് അത് യൂസ് ചെയ്യുന്നു എന്നതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യണം എന്നില്ല. എനിക്കത് ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം ഞാനത് യൂസ് ചെയ്യാനായിട്ട്. ഇനി അല്ല, ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഈ ബോഡി ബിൽഡിങ്ങും ജിമ്മും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ തന്നെ ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യനെയർ തന്നെ നമ്മൾ എടുത്തു വെച്ച് ചോദിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെയിലും ഉണ്ട് അങ്ങനത്തെ കുറച്ച് ചോദ്യം. പക്ഷെ അതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ വന്ന ഇപ്പം ഇതിന്റെ ബാക്കിയായിട്ട് ഇപ്പൊ പറയില്ലേ, ഒറ്റ മാസം കൊണ്ട് ഈ ക്രാഷ് ഡയറ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഒറ്റ മാസം കൊണ്ട് 7 കിലോ വരെ കുറച്ചു. ചിലപ്പോ നമ്മള് വാർത്തയായിട്ടും കാണും, ചിലപ്പോ കൊണ്ട് 10 കിലോ പരസ്യങ്ങൾ കാണാം, പോസ്റ്ററിൽ. അതായത് ഞാൻ പറഞ്ഞു വളരെ ലോക്കൽ പരസ്യങ്ങൾ മുതൽ അല്ലാണ്ട് സെലിബ്രിറ്റികൾ പറയുന്നതും ചിലപ്പോ ചില വാർത്തകളായിട്ടും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ശരിക്കും അത് അഡ്വൈസബിൾ ആണോ, അങ്ങനെ ഒരു മാസം കൊണ്ട് ഇങ്ങനെ കുറച്ചു എന്നൊക്കെ പറയണത്? അത് എന്താണെന്നറിയോ നിഷ, വെയിറ്റ് കുറയാൻ നേരം നമ്മൾ വെയിറ്റ് കുറയുന്നു എന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഒരു വെയിങ് മെഷീനിൽ കയറുമ്പോഴാണ് അല്ലേ? വെയിങ് മെഷീൻ ആണ് ഒരു സാധാരണക്കാരന്റെ ഏറ്റവും ഫസ്റ്റ് സോഴ്സ്. ഒരു വെയിങ് മെഷീനിൽ കയറി നോക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ ഒരിക്കലും നമ്മുടെ ബോഡിയുടെ ഘടന വ്യക്തമാവുന്നില്ല. ബോഡിയുടെ ഭാരം മാത്രമേ ഉള്ളൂ. ആ ഭാരം കാണിക്കുന്നത് ശരീരത്തിലെ പല ഘടകങ്ങൾ ചേർന്നാണല്ലോ. ഫാറ്റ് ഉണ്ട്, മസിൽ മാസ് ഉണ്ട്, ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്, സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം കൂടിയാണ് ശരീരഭാരം, ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം ശരീരഘടന മനസ്സിലാവാതെ വെയിറ്റ് നോക്കി ഭാരം കുറഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. അയാളുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പ് അവിടെ തന്നെ ഉണ്ടാവുകയും മസിൽ ലോസ് വരുന്നത് കൊണ്ട് വെയിറ്റ് കുറയുകയും ചെയ്താലും വെയിങ് മെഷീൻ കാണിക്കുന്ന വെയിറ്റ് ലോസ് ആയിരിക്കുള്ളൂ. അപ്പം ശരിയായി ശരീരത്തെ നോക്കാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും നോക്കേണ്ടത് ശരീരത്തിൽ അധികമായുള്ള കൊഴുപ്പാണോ കുറയുന്നത്, അത് ശരീരത്തിലെ മസിൽ മാസ് ആണോ കുറയുന്നത്. അപ്പൊ ഈ ക്രാഷ് ഡയറ്റ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെ നമുക്ക് അതെങ്ങനെയാ, ക്രാഷ് ഡയറ്റ് എടുക്കാൻ നേരം ഉള്ള ഒരു പ്രോബ്ലം, റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടുന്ന വെച്ചാൽ ഇവരുടെ എയിം എന്താണ്? വെയിറ്റ് ലോസ് ആണ്. എയിം വെയിറ്റ് ലോസ് ആണ്. അപ്പൊ ക്രാഷ് ഡയറ്റ് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ റിസൾട്ട് കിട്ടും. ഒരു മാസം വേണ്ട, ഒരാഴ്ച കൊണ്ട് 10 കിലോ കുറയ്ക്കുന്ന സപ്ലിമെന്റ്സ് ഉണ്ട്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് തന്നെ സപ്ലിമെന്റ്സ് എടുക്കുന്നവരുണ്ട്. റിസൾട്ട് കിട്ടും. അതിൽ ഞാൻ ഒരിക്കലും അതിനെ ഖണ്ഡിക്കുന്നില്ല. അവർ പറയുന്നത് സത്യമുള്ള കാര്യമാണ്. 10 കിലോ കുറയും, ഉറപ്പായിട്ട് കുറയും. പക്ഷെ ആ 10 കിലോ എവിടുന്നാ കുറയുന്നത് എന്നുള്ളത് ആരും ചിന്തിക്കത്തില്ല. അവരുടെ കൊഴുപ്പ് ശരീരത്തിൽ തന്നെ ഉണ്ടാവും. പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് അല്ല ഫോളോ ചെയ്യുന്നത്, ക്രാഷ് ആണ് ഡയറ്റ്. വെറും ഫാറ്റ് ഡയറ്റ്സ് എന്ന് നമ്മൾ പറയും. വെറുതെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വിശപ്പിന് വേണ്ടി അടക്കി പിടിച്ച് നിർത്തി വിശപ്പൊക്കെ ഭയങ്കരമായിട്ട് ത്യാഗങ്ങൾ എടുത്ത്. അല്ല, അതൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ആവശ്യമുള്ള ആൾക്കാര് അങ്ങനെ ഒരു ക്രാഷ് ഡയറ്റ് എടുത്താൽ ഒരു പക്ഷേ കുഴപ്പമില്ല എന്നാണോ നമുക്ക് പറയാൻ പറ്റുക? ആർട്ടിസ്റ്റുകൾ കുഴപ്പമില്ല. ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ഒരു സിനിമയ്ക്ക് ഒരു റോളിന് വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കുന്നു അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടുന്നു, അന്ന് അവരുടെ റോളിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതല്ലാതെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ ഡയറ്റ് ഫോളോ ചെയ്യുകയും ഹെൽത്ത് വൈസ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഒരിക്കലും കുറുക്കു വഴിയില്ലാത്ത ഒരു റോഡാണ്. അപ്പം നമ്മൾ ശരിയായ രീതിയിൽ പോവുക, നേരെ വഴിക്ക് പോവുക, ലക്ഷ്യസ്ഥാനത്ത് എത്തുക നോക്കണം. പെട്ടെന്ന് വെയിറ്റ് കുറച്ചിട്ട് എനിക്ക് ഫിറ്റ് ആയിരിക്കാം എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ വെയിറ്റ് കുറയും, പക്ഷെ നമ്മൾ ഹെൽത്തി ആവില്ല എന്നൊരു കാര്യം കൂടെ അതിന്റെ കൂടെ. സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ള മൂഡ് തന്നെ ഇതിലും പിടിക്കാന്നുള്ളത്. മാം, ഇപ്പൊ ഈ ഡയറ്റിന്റെ കാര്യം പറയുമ്പം ചിലർ പറയാറുണ്ട്, ചിലപ്പോ 3 ദിവസം 4 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, ഭയങ്കര ക്രേവിംഗ് ആണ്, എനിക്ക് ഇന്ന സാധനം കഴിക്കണം എന്ന് തോന്നുന്നു, എനിക്ക് അത് കഴിക്കണം, ഇത് കുടിക്കണം, എനിക്ക് പറ്റുന്നില്ല. ചില ആൾക്കാർ അങ്ങനെ റിയാക്ട് ചെയ്യുന്നു. ചിലർ പറയും ഭയങ്കര തലവേദന, ഹെവി തലവേദനയാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാന്ന് എനിക്കറിയാം, എനിക്കപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചിലർക്ക് ഛർദി, ഇങ്ങനെ പലതരത്തിൽ ബോഡി റിയാക്ട് ചെയ്യാറുണ്ട്. പല ആൾക്കാരും ആ റിയാക്ഷന്റെ പുറത്ത് ഡിസിഷൻ എടുക്കാറുണ്ട്, തുടരണോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിൽ. ഇത് ജെനുവിനായിട്ട് പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുവാണ്, ഇത് ശരിക്കും ഡയറ്റിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണോ, ഒഴിച്ചുകൂടാനാകാത്ത ഒരു സൈഡ് എഫക്റ്റ് ആണോ, അതോ ഇത് ചുമ്മാ നമുക്ക് തോന്നുന്നതാണോ? അത് ഡയറ്റ് മാത്രമല്ല എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ശരീരത്തിന്റെ ഒരു താളം ഉണ്ടല്ലോ, അത് നിർണ്ണയിക്കുന്ന പല ഘടകങ്ങളാണെന്നും പറഞ്ഞല്ലോ. അതിലൊന്ന് ജീൻസ് ആണ്.
പിന്നെ ഒന്ന് എൻസൈംസ് ആണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എൻസൈംസ്, നമ്മുടെ പല 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 ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എൻസൈംസ് ആണ്. അതുപോലെ തന്നെ ഹോർമോൺസ് ഉണ്ട്. ഇവയുടെ എല്ലാം ഒരു മിക്സ്. അതെ അതെ, ഇതിന്റെ എല്ലാം ഒരു കൂടിച്ചേരലാണ് ശരീരത്തെ ശരീരമാക്കി നിലനിർത്തുന്നത്. അപ്പം നമ്മള് പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിക്കുകയാണ്, ഇനി അടുത്ത ആഴ്ച മുതൽ, തിങ്കളാഴ്ച മുതൽ ഞാനൊരു ഡയറ്റ് തുടങ്ങുകയാണ്, വണ്ണം കുറച്ചേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഡയറ്റ് തുടങ്ങുന്നു. അപ്പം ശരീരത്തിന്റെ താളത്തിൽ നിന്നും മാറി ചവിട്ടാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അത് ശരീരത്തിന് മനസ്സിലാവും, മനസ്സിനും മനസ്സിലാവും. അപ്പം അവിടെ ഇടങ്കോലിടും, മനസ്സ് ഇടങ്കോലിടും. അപ്പൊ അത് തലവേദനയായിട്ട് വരാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ടൊക്കെ വരാം, ക്ഷീണക്കുറവ് വരാം, പെട്ടെന്ന് നടന്നു പോകുന്ന വഴി തലവിട്ടി താഴെ വീഴുന്നവരുണ്ട് ക്രാഷ് ഡയറ്റൊക്കെ എടുത്തിട്ട്. അപ്പൊ അതുകൊണ്ട് ശരീരത്തിന്റെ താളഭംഗം വരുന്ന രീതിയിൽ ഒരിക്കലും ഡയറ്റ് എടുക്കാതിരിക്കുക. അതുകൊണ്ടാണ് പെട്ടെന്ന് സഡൻ ലോസ് നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യാത്തതും. വളരെ പതുക്കെ ശരീരത്തെ മെരുക്കി എടുത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതായത് ഒറ്റയടിക്ക് തന്നെ അവനവന്റെ നോർമൽ റുട്ടീനിൽ നിന്ന് ഭയങ്കര ചേഞ്ച് പിടിക്കരുത്. പയ്യെ പയ്യെ കുറേശ്ശെയായിട്ട് കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അതെ അതെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നമ്മള് ക്രാഷ് ഡയറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം വേണ്ടാന്ന് വെക്കുന്നു. ഒരു എക്സാമ്പിള്, നിഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? കേർഡ് റൈസ്. അപ്പൊ നിഷ വിചാരിക്കുക കേർഡ് റൈസ് കാർബോഹൈഡ്രേറ്റ് ഉള്ള സാധനമാണല്ലോ, അപ്പൊ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഈ കേർഡ് റൈസ് അങ്ങ് കട്ട് ചെയ്യാം. അപ്പൊ നിഷ ഫ്രണ്ട്സിന്റെ ഒപ്പം പുറത്തു പോവാം, ഉച്ചയ്ക്ക് ലഞ്ച് നിങ്ങൾ ഫ്രണ്ട്സ് പുറത്തു പോയി കഴിക്കുക. അപ്പൊ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യുന്നു. യൂഷ്വലി നിഷ കേർഡ് റൈസ് ആണ് ഓർഡർ ചെയ്യുന്നത്. പക്ഷെ നിഷയ്ക്ക് തീരുമാനം എടുത്തിരിക്കുമല്ലേ ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന്, കേർഡ് റൈസ് ഓർഡർ ചെയ്യുന്നില്ല. നിഷ ഒരു ലൈം ജ്യൂസ് പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ പ്ലേറ്റിൽ നിന്ന് എന്തെങ്കിലും ഷെയർ ചെയ്ത് കഴിക്കുന്ന മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ട് തിരിച്ചു പോവുക. പക്ഷേ ഇത് നിഷയ്ക്ക് മെന്റൽ സ്ട്രെസ് ഉണ്ടാക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റാത്തതിലുള്ള സ്ട്രെസ് ഉണ്ടാക്കും. അപ്പം കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ നിഷ പിടിച്ചു നിൽക്കും. പിന്നെ മനസ്സ് പറയും സന്തോഷമില്ല, സന്തോഷം കിട്ടണമെങ്കിൽ സന്തോഷകരമായ എന്തെങ്കിലും ചെയ്യൂ. അതിനാദ്യം മനസ്സ് നിർബന്ധിക്കാൻ പോകുന്ന മധുരമുള്ളത് എന്തെങ്കിലും കഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്തെങ്കിലും കഴിക്കാനായിരിക്കും. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഹോർമോൺസ് ഒക്കെ ചെലുത്തുന്ന സ്വാധീനമാണ്. അതായത് നമുക്ക് സന്തോഷം തരുന്ന ഒരു സാധനം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ശരീരം പുറപ്പെടുവിക്കുന്ന, നമ്മുടെ തലച്ചോറ് പുറപ്പെടുവിക്കുന്ന പല ഹോർമോൺസും, അത് സെറോട്ടോണിൻ ഉണ്ട്, ഓക്സിറ്റോസിൻ ഉണ്ട്. സെറോട്ടോണിനൊക്കെ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നതാണ്. അപ്പൊ നമുക്ക് സെറോട്ടോണിന്റെ പ്രൊഡക്ഷൻ കട്ട് ചെയ്യുവാണ് കേർഡ് റൈസ് കഴിക്കാതിരിക്കുന്നതുകൊണ്ട്. അപ്പൊ പിന്നെ സെറോട്ടോണിൻ പ്രൊഡക്ഷൻ കുറയാൻ നേരത്തേക്കും ഉടനെ ബോഡിക്ക് ഇനി ഒരു ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യണം. ഇനി ചിലപ്പോൾ സ്വീറ്റ്സ് എടുക്കാനായിട്ട് ഉച്ചയ്ക്ക് കേർഡ് റൈസ് എടുത്തില്ലല്ലോ, എന്നാൽ വൈകുന്നേരം 2 ലഡു എന്തെങ്കിലും കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും കഴിക്കാം. പുറത്തു പോയിട്ട് ചിലപ്പോൾ സന്തോഷം വേണ്ടതെന്ന് നമ്മളങ്ങ് വിചാരിക്കും. അപ്പൊ ഈ ഹോർമോൺസ് നമ്മളോട് മധുരമുള്ളത് കഴിക്കാൻ പറയും, നമ്മൾ മധുരമുള്ളത് കഴിക്കും. അവസാനം നമ്മൾ കേർഡ് റൈസ് കട്ട് ചെയ്യേണ്ട നേരെ ഓപ്പോസിറ്റ് ഫലം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ക്രാഷ് ആയിട്ട് എടുക്കരുത്. മീൻസ് നമ്മൾ ഇഷ്ടമുള്ളതെല്ലാം ഒറ്റയടിക്ക് കട്ട് ചെയ്യുകയും ചെയ്യരുത്. പക്ഷെ നിഷയ്ക്ക് എടുക്കാമായിരുന്ന ഉചിതമായ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ കേർഡ് റൈസ് എടുക്കുക, പക്ഷെ മറ്റാരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യുക. ഒറ്റയടിക്ക് വേണ്ടാന്ന് വെക്കേണ്ടാതെ ഉള്ള എന്റെ പോർഷൻ കുറച്ചാൽ മതി, ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഒരു കേർഡ് റൈസ് ഷെയർ ചെയ്യുന്നു, അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്യാതെ വേണ്ടാന്ന് വെക്കാൻ നേരത്തേക്കും പുറകെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതായത് ഡയറ്റിന്റെ കാര്യമാണെങ്കിലും നമ്മളുടെ ചിന്തകളും നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാം കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ശരീരത്തെ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ശരീരത്തെ അറിഞ്ഞ് നമ്മൾ എന്ത് ഡയറ്റ് വേണമെന്ന് തീരുമാനിക്കുന്നതാണ് ഉചിതം. അങ്ങനെ ഒരു ഡയറ്റീഷ്യന്റെ നിർദ്ദേശത്തോടു കൂടി തന്നെ നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണല്ലോ രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ നമ്മളിപ്പോ പറയും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഡയറ്റീഷ്യൻസ് കുറെ പേരുണ്ട്, ഇപ്പം ന്യൂട്രീഷൻ കുറെ കോഴ്സസ് വരുന്നതുകൊണ്ട് രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ എന്നുള്ളത് തന്നെ സ്ട്രെസ്ഫുള്ളി നോക്കി എടുക്കണം എന്നാണ് മാമിന്റെ നിർദ്ദേശം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യനെ കണ്ടാലാണല്ലോ നമുക്കിപ്പോ ഞാൻ ചോദിക്കുന്നത്, നോർമലി നമ്മൾ ഒരു വെയ് മെഷീന്റെ മുകളിൽ കയറുന്നു, 50 കിലോ എന്ന് കാണിക്കുന്നു. അപ്പൊ മാം നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് വെയിറ്റ് ആണ്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്ര അറിയുള്ളൂ. പക്ഷെ
എന്റെ ബോഡിയിൽ എന്തോരം ഉണ്ട്, കൊഴുപ്പ് എത്രയുണ്ട്, ബോൺ എത്രയുണ്ട്, അതൊക്കെ അറിയണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അതെ ടെസ്റ്റുകൾ നടത്തി അല്ലെ? അതാണോ ഈ മെറ്റബോളിക് സംഭവം എന്നൊക്കെ പറയുന്നത്? അതാണോ മെറ്റബോളിസം അറിയണം എന്നൊക്കെ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി കോമ്പോസിഷൻ ആണ്. ഓക്കെ. മെറ്റാബോളിസം എന്ന് പറയുന്നത് വേറൊന്നാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ആണ് ശരിക്കും അവിടെ വരുന്നത്. ആ ദഹനമാണോ? ദഹനം മാത്രമല്ല, എല്ലാം വരും. നേരത്തെ ഞാൻ പറഞ്ഞ എൻസൈംസും ഹോർമോൺസും ഒക്കെ ഈ മെറ്റാബോളിക് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നവരാണ്. അതെല്ലാം കൂടെയാണ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നത് മാത്രമല്ല, അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അബ്സോർബ് ചെയ്യുന്നതിനെ സെൽസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ എൻസൈംസ് ഹോർമോൺസ് ഒക്കെ വരുന്നുണ്ട്. ഈ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അത് എനർജി ആവുന്നത്. അതായത് ഫാറ്റ് ആയിട്ട് കീപ്പ് ചെയ്യപ്പെടുന്ന, എനർജൈസ് ചെയ്യപ്പെടാത്ത സാധനങ്ങളാണോ ഈ ഫാറ്റ് ആയിട്ട് വരുന്നത്, ഫാറ്റ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഈ ഫാറ്റ് എന്ന് വിളിക്കുന്നത് അതിനെയാണോ? അല്ല അല്ല, ഫാറ്റ് ഏറ്റവും കൂടുതൽ എനർജി തരുന്നതാണ്. അല്ല, അപ്പൊ അത് എടുക്കുന്നില്ലെന്ന് എനിക്ക് ചോദിക്കുന്നത്. അത് എടുക്കുന്നുണ്ട്. അത് നമ്മൾ ആവശ്യത്തിന് എനർജിക്കുള്ള ഭക്ഷണം കൊടുക്കാതിരുന്നാൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഫാറ്റ് എടുക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ഡയറ്റ് തുടങ്ങിയാൽ ആദ്യത്തെ കുറച്ച് നാളുകൾ എളുപ്പം ഫാറ്റ് ബേണിംഗ് നടക്കും. ബോഡിയിൽ ഫാറ്റ് ഉപയോഗിച്ച് തീരും. അതായത് ഓൾറെഡി റിസർവ് ആയിരിക്കുന്ന ഫാറ്റുകൾ ഉപയോഗിക്കും, ബോഡി അങ്ങ് എടുക്കും. അപ്പം നമ്മൾ ആദ്യം കുറെ ദിവസങ്ങളിൽ നമുക്ക് വെയിറ്റ് ലോസ് ഫീൽ ചെയ്യും. പക്ഷെ പിന്നീട് ബോഡിക്ക് മനസ്സിലാവും, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. സാധാരണ എനിക്ക് കിട്ടേണ്ട ഫ്യൂവലായ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുറഞ്ഞല്ലോ. അപ്പൊ ഇത്രയും നാളെ ഞാൻ ഫാറ്റ് അങ്ങ് ഉപയോഗിച്ച് തീർത്തു. ഇനി ഈ ഫാറ്റ് ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇവര് കൊണ്ടുവരുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഫാറ്റ് പിന്നെ ബേൺ ചെയ്യാതിരിക്കും. അപ്പോഴാണ് കുറച്ച് വെയിറ്റ് കുറഞ്ഞു, പിന്നെ വെയിറ്റ് കുറയുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്നത്. മാം, ഡയറ്റിന്റെ കാര്യം പറയുമ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടേമും എപ്പോഴും കണക്ട് ചെയ്ത് പറയുന്ന സാധനം. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സാധനങ്ങൾ, എനിക്ക് ആപ്ലിക്കബിൾ അല്ലെങ്കിലും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, പിന്നെ ഈ സീറോ കാർബോ, ഷുഗർ ഫ്രീയോ, അങ്ങനെ കുറെ സാധനങ്ങൾ. പിന്നെ ഈ ആമാശയം ചുരുങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്തൊരു പുതിയ സാധനം, സെലിബ്രിറ്റികളുടെ ഒക്കെ പേര് പറഞ്ഞു, വിദ്യാബാലന്റെ പേര് മാത്രമേ ഓർമ്മയോട്, മറ്റേത് സാമന്തിയാന്ന് തോന്നുന്നു. ഇങ്ങനെ ഇഷ്ടംപോലെ ഡയറ്റുകൾ നമുക്ക് കേൾക്കാം, ഓരോ ദിവസം ഓരോന്നുള്ള തരത്തിൽ കേൾക്കാം. നമുക്ക് കാണുമ്പോഴും ഇവരൊക്കെ കാണുമ്പോഴും ഇത് കൊള്ളാലോ എന്നുള്ളൊരു ഫീലും വരും. പക്ഷെ ഈ സാധനങ്ങളിൽ ചില സാധനങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ചില കൈൻഡ് ഓഫ് ഡയറ്റുകളൊക്കെ കംപ്ലീറ്റ് ഇപ്പൊ കീറ്റോ ഡയറ്റിനെ പറ്റിയൊക്കെ ഇപ്പൊ ഭയങ്കര വിമർശനമാണ് വരുന്നത്. അത് നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡ് ആവുന്ന ഇത്തരം ഡയറ്റുകളുടെ പിന്നാലെ പോകേണ്ടത് എന്ന് വെച്ചാൽ പോകുന്നവരുണ്ട്. ആ ധൈര്യത്തിലാണ് ചോദിക്കുന്നത്. അതായത് അതൊരു ശരിയായ തീരുമാനമല്ലെന്ന് ഞാൻ കരുതുന്നത്. മാമിന്റെ ഒരു ടേക്ക് എന്താണ്? ഈ കീറ്റോ ഡയറ്റ് ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട് നിഷ. ഇപ്പം കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് എപ്പിലെപ്സി ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റ് ആണ്. അവരെ ഉദ്ദേശിച്ചുകൊണ്ട് പ്ലാൻ ചെയ്ത ഡയറ്റ് ആണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. അത് പക്ഷേ വെയിറ്റ് ലോസിന് കൂടെ കാരണമാകുന്നല്ലോ എന്ന് ഓർത്തിട്ട് മറ്റുള്ള ആൾക്കാർ, എപ്പിലെപ്സി ഇല്ലാത്ത ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെയാണ് കീറ്റോ ഡയറ്റ് കൂടുതൽ പ്രചാരത്തിലായി തുടങ്ങിയത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മറ്റേ കീറ്റോയെക്കാളും കുറെ കൂടെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അതുപോലെ മെഡിറ്ററേനിയൻ ഡയറ്റ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ മെഡിറ്ററേനിയൻ ഡയറ്റ് ആണ്. ഇങ്ങനെ പല പല ഡയറ്റ് ഉണ്ട്. അപ്പം സെലിബ്രിറ്റീസ് അത് യൂസ് ചെയ്യുന്നു എന്നതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യണം എന്നില്ല. എനിക്കത് ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം ഞാനത് യൂസ് ചെയ്യാനായിട്ട്. ഇനി അവർ ഫോളോ ചെയ്ത അതേ ഡയറ്റ് വേണം എന്നില്ല വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഏത് ഡയറ്റിലേക്കാണ് നമ്മൾ പോവേണ്ടതെന്നുള്ളത് പറയാനായിട്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് ഡയറ്റ് ഫോളോ ചെയ്താലും ലൈഫ് ലോങ് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതായത് ലോങ് ടേം നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി, നമ്മുടെ എക്കോസിസ്റ്റത്തെയും നമ്മുടെ സമൂഹത്തെയും അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതിലെല്ലാം നമ്മളൊരു ശ്രദ്ധ വെക്കണം. ഇപ്പൊ കീറ്റോ ഡയറ്റ് ഭയങ്കരമായിട്ട് ആനിമൽ പ്രോട്ടീനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫുഡാണ്. ആനിമൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് നല്ലതാണ്, ആനിമൽ ഫുഡ് എല്ലാം നല്ലതാണ്. കംപ്ലീറ്റ് പ്രോട്ടീൻ ആനിമൽ പ്രോട്ടീനിലാണ് ഉള്ളതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്ന നമുക്കൊരു ഡയറ്റ് പാറ്റേൺ ഉണ്ടാവും. ഇപ്പം മലയാളികളാകുമ്പോൾ രാവിലെ നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു,
ഉച്ചയ്ക്ക് ചോറും കറികളും കഴിക്കുന്നു. അപ്പം വൈകിട്ട് വരുമ്പം ചോറ് മാറ്റി മറ്റെന്തെങ്കിലും ഓട്സോ ചപ്പാത്തിയോ കഴിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളൊരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്നവർ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഡയറ്റ് പാറ്റേണിൽ എന്ത് മോഡിഫിക്കേഷൻസാണ് വരുത്തേണ്ടതെന്ന് നോക്കിയാൽ മതി. അല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റെഗുലർ പാറ്റേണിൽ നിന്ന് കംപ്ലീറ്റ് മാറി പുതിയൊരു ഡയറ്റിലേക്ക് പോകണം എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് പറയാറുള്ള കാര്യമാണ്. അതാണ് കൂടുതലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റ് പാറ്റേൺ ഉണ്ടാവും, അത് മോഡിഫൈ ചെയ്താൽ മതി. അതല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബോഡിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് തുടർന്ന് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ. ഇപ്പൊ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു സെലിബ്രിറ്റി വെയിറ്റ് ലോസിന് വേണ്ടി പോലെയല്ലോ നമ്മൾ എന്താ നോക്കുന്നത്, ലൈഫ് ലോങ് നമ്മൾ ഫിറ്റ് ആയിരിക്കണം, നമ്മൾ ഹെൽത്തി ആയിരിക്കണം, അതല്ലേ നമ്മുടെ എയിം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ എന്താണ് മോഡിഫിക്കേഷൻ കൊണ്ടുവരേണ്ടത് എന്ന് നോക്കിയാൽ മതി. ചിലപ്പോൾ അപൂർവമായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ 1-2 ഫുഡ് ഐറ്റംസ് ഞാൻ സജസ്റ്റ് ചെയ്യും. ഒന്ന് ഒലിവ് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ലാത്തയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സജസ്റ്റ് ചെയ്യും, കുറേശ്ശെ ഉപയോഗിച്ച് തുടങ്ങും. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണോ? അല്ലല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ല. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു, എല്ലാ കറികളിലും വെളിച്ചെണ്ണ എന്നുള്ളത് മാറ്റി ഇപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ നേരം വേണമെങ്കിൽ 1-2 ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റണം. അത് കുറെ കൂടെ നമ്മുടെ ബോഡിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ പാം ഓയിൽ ഉപയോഗിക്കുന്നവരാണ്, വീട്ടിൽ പാം ഓയിലാണ് നോൺ വെജ് വറക്കാനൊക്കെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ഒരാളോട് അത് ഞാൻ മാറ്റാൻ പറയും. അല്ലാതെ ഒരു പുതിയ ഡയറ്റ് പാറ്റേണിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഷോർട്ട് ടേം റിസൾട്ടിനേക്കാളും എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ലോങ് ടേം എയിം ആയിരിക്കണം. മാം ഇപ്പം പാം ഓയിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചോട്ടെ, അതായത് ഫ്രൈയിങ്ങിന് വേണ്ടിയിട്ട് പാം ഓയിൽ, റൈസ് ബ്രാൻ, സൺഫ്ലവർ, അങ്ങനെ കുറേ സാധനങ്ങള് ഇപ്പൊ എനിക്ക് എന്റെ ഓർമ്മയിൽ 3 കാര്യം ഞാൻ വെജിറ്റബിൾ ഓയിൽ കുറെ വരുന്നുണ്ട്. ഈവൻ ഡാൽഡ വരെ, വനസ്പതി എന്ന് പറഞ്ഞിട്ട് വരുന്ന ഡാൽഡ വരെ എടുത്തിട്ട് കുറച്ചുകൂടെ അത് ഇച്ചിരി വേറെ ഇതിലാണല്ലോ വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സാധനങ്ങൾക്ക് 4 തരത്തിലുള്ള ഗുണങ്ങൾ പറയും. പക്ഷെ ഇപ്പൊ നമുക്ക് കേരളീയർക്ക് ഇതില് എന്ന് വെച്ചാൽ മിക്കവാറും നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ കൂടെയെങ്കിലും എന്തെങ്കിലും വറുത്തത് കാണും. ചിലപ്പോൾ പപ്പടമായിട്ട്, ചിലപ്പം മീനായിട്ട്, അല്ലെങ്കിൽ ചിക്കനായിട്ട്. ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് ഒരു വട്ടമെങ്കിലും നമ്മുടെ ഫുഡിന്റെ കൂടെ, ഡെയിലി മീലിന്റെ കൂടെ ഒരു നേരമെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഏത് ഓയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു അവസാന വാക്കുണ്ടോ, അതോ ഇത് വെഗെയിൻ ഡിപ്പെൻസ് ആണോ? അങ്ങനെയല്ല, അതിലൊരു അവസാന വാക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഫാറ്റ് 2 തരത്തിലാണ് ഉള്ളത് നിഷ. സാച്ചുറേറ്റഡും ഉണ്ട്, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡും ഉണ്ട്. അൺസാച്ചുറേറ്റഡ് പലതരത്തിലുണ്ട്, പോളി അൺസാച്ചുറേറ്റഡ് ഉണ്ട്, മോണോ അൺസാച്ചുറേറ്റഡ് ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് സാച്ചുറേറ്റഡ് വരാതിരിക്കുക എന്നുള്ളതാണ്. സാച്ചുറേറ്റഡ് ഓയിൽ ആകാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അൺസാച്ചുറേറ്റഡ് ബോഡിക്ക് നല്ലതാണ്. അതുകൊണ്ട് ഫാറ്റ് മോശമാണ് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്, സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് മോശം. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിൽ എല്ലാം നല്ലതാണ്. അതിൽ വരുന്നതാണ് ഒലിവ് ഓയിൽ വരും, നമ്മൾ ഈ പറയുന്ന വെജിറ്റബിൾ ഓയിൽ എല്ലാം അതിനകത്ത് വരും. ഉപയോഗിക്കാം കനോല, സഫോള, സൺഫ്ലവർ, ഇതെല്ലാം അൺസാച്ചുറേറ്റഡ് ആണ്, ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ പാമൊലിൻ അല്ല, പാമൊലിൻ ഹൈഡ്രോജനേറ്റഡ് ആണ്. ഹൈഡ്രോജനേറ്റഡ് ആണ്, സാച്ചുറേറ്റഡ് ആണ്. പാമൊലിൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ബോഡിക്ക് ഒരു തരത്തിലുള്ള ഉപകാരവും ചെയ്യത്തില്ല. പക്ഷെ അത് പോക്കറ്റിന് ഉപകാരം ചെയ്യും. പാമൊലിൻ നമുക്ക് വിലക്കുറവിൽ കിട്ടുന്നതാണ്. നമ്മളത് കൂടുതൽ എണ്ണ വേണ്ട കറികളില്ല, അതുപോലെ ഡീപ് ഫ്രൈ ചെയ്യേണ്ട എല്ലാത്തിലും പാമൊലിൻ ഉപയോഗിക്കും. പക്ഷെ അത് വളരെ ഹാംഫുൾ ആണ്, ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ഭക്ഷണം, ഫ്രൈ ചെയ്ത് വരുന്ന സാധനങ്ങൾക്കൊക്കെ മൊത്തത്തിൽ നമ്മളോട് ഈ പുറത്തുനിന്ന് കിട്ടുന്ന ഫ്രൈഡ് ഫുഡ് കഴിക്കുന്നതിനൊരു തടയിടുന്നതിന്റെ പിന്നിൽ ഒരു റീസൺ അത് മിക്കവാറും പാം ഓയിലാണ് എന്നുള്ളതും കൂടെ ചേർന്നിട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആവർത്തിച്ചുള്ള എണ്ണയുടെ ഉപയോഗം, ഒരേ എണ്ണ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു, വീണ്ടും വീണ്ടും ചൂടാക്കുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഭവം. അത് ക്യാൻസർ പോലെ ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ഹാർട്ട് ഫ്രണ്ട്ലി അല്ല ഒട്ടും. ശരീരത്തിലേക്ക് ചെല്ലുന്നത് ഈ പറഞ്ഞ പാമോലിനാണ്, വേണ്ടാത്ത ഹൈഡ്രോജനേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ആണ്. അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് അതാണ്. പിന്നെ ക്യാൻസർ ഉണ്ടാക്കുന്നോ, കാർസിനോജൻ ആണോ എന്ന് പറയുന്നത് അത് നോൺ വെജ് കുക്ക് ചെയ്യാൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നോക്കുമ്പോഴാണ്. അതായത് ഫിഷ് ഫ്രൈ ചെയ്യാൻ പാമൊലിൻ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ മോശകരമായ ഒരു അവസ്ഥയാണത്.
പുറത്തുനിന്ന് ഫ്രൈ ചെയ്യാൻ പാം ഓയിൽ ഉപയോഗിക്കരുത്. ഫിഷ് ഫ്രൈ ചെയ്യാനെന്നല്ല, പഴംപൊരി ഉണ്ടാക്കാനാണേലും ഉപയോഗിക്കരുത്. പഴംപൊരി ഉണ്ടാക്കാൻ പാം ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഉപദ്രവകരമാണ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പാം ഓയിൽ ഉപയോഗിക്കുന്നത്. കാർസിനോജൻസ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകുന്ന കോശങ്ങൾ രൂപപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് കോളൻ ക്യാൻസർ, അതായത് നമ്മുടെ വൻകുടലിൽ ഉണ്ടാവുന്ന ക്യാൻസർ കൂടുതലല്ലേ റേറ്റ്? അതെ അതെ. ഇപ്പോ അതെ, പ്രത്യേകിച്ച് പുരുഷന്മാരില് കൂടുന്നു. വൻകുടൽ ആമാശയത്തിന്റെ ആമാശയം കഴിഞ്ഞ് കുടലും കഴിഞ്ഞ് ചെറുകുടലും കഴിഞ്ഞുള്ള വൻകുടല്, പ്രത്യേകിച്ച് മലദ്വാരമായിട്ട് ചേരുന്ന ഭാഗം, റെക്ടൽ ക്യാൻസറും കോളൻ ക്യാൻസറും പുരുഷന്മാരിൽ കൂടാനായിട്ടുള്ള പ്രധാന കാരണം നമ്മൾ കാണുന്നത് ഈ ആനിമൽ പ്രോട്ടീന്റെ അനിയന്ത്രിതമായ ഉപയോഗമാണ്. ചിക്കൻ ഉണ്ട്, മീറ്റ് ഉണ്ട്, ഫിഷ് ആണെങ്കിൽ പോലും. ഇപ്പൊ ഗ്രിൽഡ് ഫിഷ് വരുന്നുണ്ട്. ഫിഷ് വളരെ ഹെൽത്തിയർ ആയിട്ടുള്ളതാണ്. പക്ഷെ ഗ്രിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ചാർക്കോൾ ഫോർമേഷൻ നടക്കുന്നു എന്നുണ്ടെങ്കിൽ, നൈട്രോസമീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ഉണ്ടാക്കിയേക്കാം. അപ്പൊ ഗ്രിൽഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് കുറെ കൂടെ ഹെൽത്തിയർ ആണെന്ന് കരുതിക്കൊണ്ടിരുന്നത് വീണ്ടും ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. അപ്പം ഈ കരി പുരണ്ടിരിക്കുന്നു എന്നുള്ള സെൻസിൽ തന്നെയാണ് നമ്മൾ അല്ലേ പറയുന്നത് അപകടകാരിയാണെന്ന് പറയുന്നത്. എന്നും പറഞ്ഞ് ചിക്കൻ കഴിക്കുന്ന എല്ലാവർക്കും ഉടനെ കുടൽ ക്യാൻസർ വരും എന്നുള്ളത് അർത്ഥമില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റ്, ഇപ്പം ബീഫ് ആണെങ്കിൽ പോലും ലീൻ കട്ട് കിട്ടും, നെയ്യില്ലാതെ കിട്ടും ബീഫ്. ആ ബീഫ് കഴിച്ചു എന്നും പറഞ്ഞിട്ട് അസുഖം വരണം എന്നില്ല. പക്ഷെ നമ്മുടെ ഇവിടെ അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. നല്ല കൊഴുപ്പുള്ള ഇറച്ചിക്കറിയാണ് എല്ലാവർക്കും ഇഷ്ടം. ടേസ്റ്റിയർ ആയിട്ട്, അതും പഴംപൊരിയും നല്ല കൊഴുപ്പുള്ള ബീഫ് കറിയാണ് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് ഇപ്പൊ പറയുന്നത്. അത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് ഹാപ്പിയർ ആണത്. പക്ഷെ അത് നമ്മുടെ ഹോർമോൺ ഉണ്ടാക്കും, രക്തത്തിന് ഹാപ്പി ഹോർമോൺസ് കിട്ടും. പക്ഷെ അത് രക്തത്തിന് അത് എങ്ങനെയാ അഫക്ട് ചെയ്യുന്നതെന്നുള്ള പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ടത് അതൊരു ഒരു പേടിക്കേണ്ട ഒരു സാധനമാണ് സത്യം പറഞ്ഞാൽ. ഗ്രിൽഡ് ആയിട്ടുള്ളതാണെങ്കിലും ഓർക്കുക, അത് ചാർക്കോൾ ഫോർമേഷൻ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആപത്താണ്. ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഴംപൊരിന്റെ കഥ പറയുന്ന പോലെ, ബീഫിന്റെ കോംബോ പറയുന്ന പോലെ, എന്നുവെച്ചാൽ അത് അമ്മാതിരി പോപ്പുലർ ആണ്, അമ്മാതിരി ഹിറ്റ് ആയിട്ടുള്ള ഒരു കോംബോയാണ്. അപ്പൊ പഴംപൊരി ബീഫ് നല്ല കോമ്പിനേഷൻ ആണ്. പൊറോട്ട ബീഫ് ആയിരുന്നു ഒരിടയ്ക്ക്, പൊറോട്ട ബീഫിനെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്താണ്. പക്ഷെ ഇങ്ങനെ ഒരു അപകടം അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. പഴംപൊരി വറുക്കുന്നതും പാമോയിലായിരിക്കും. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുമ്പോ അല്ലെ, സ്വാഭാവികമായിട്ടും നല്ല നെയ്യോടെയാണ് ഉള്ളിലേക്ക് എത്തുന്നത്. അത് ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കാം. ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കാന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ കൊളസ്ട്രോളിന്റെ പോലത്തെ കൊളസ്ട്രോൾ കൂടുന്നത് കൊണ്ട് ആൻജിയോസ്ക്ലീറോസിസ്, നമ്മുടെ രക്തക്കുഴലുകൾ പ്രശ്നമാകുന്നു. രക്തക്കുഴലുകൾ പ്രശ്നമാകുമ്പോൾ ഇന്റേൺ അത് ഹൃദയത്തെ ബാധിക്കുന്നു. അങ്ങനെയാണ് അത് ഹൃദയാരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാതെ കൊഴുപ്പ് എത്തുന്നത് നമ്മുടെ മെറ്റാബോളിസം നടക്കുന്ന ലിവറിലാണ്. അപ്പൊ ലിവറിൽ അനാവശ്യമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. അങ്ങനെ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആവുന്നു, ഗ്രേഡ് 3 ആവുന്നു. അങ്ങനെ ലിവർ പഞ്ചർ ആകുന്നു. അങ്ങനെ ലിവറിന്റെ കാര്യമാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ കുറച്ച് കഴിയണം അല്ലേ? അതെ, നമുക്ക് അറിയാൻ പറ്റില്ല. അതെ, നമ്മള് ഹെൽത്ത് ചെക്കപ്പ് റെഗുലർ ആയിട്ട് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് പോയി നോക്കുമ്പോഴായിരിക്കും ഈ സ്കാനില് ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഈ ഹാപ്പി ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ ഹാർട്ടും നമ്മുടെ ലിവറും നമ്മുടെ കോളൻ ഭാഗങ്ങള് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. എല്ലാ മേജർ ഓർഗൻസും അഫക്റ്റഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. നോൺ വെജ് അനിയന്ത്രിതമായിട്ട് ഒരു കൺട്രോളും ഇല്ലാതെ കഴിക്കുകയാണെങ്കിൽ. പക്ഷെ നിയന്ത്രിതമായിട്ട് കഴിക്കാം. ഞാൻ പറയില്ലേ, ലീൻ കട്ട് ബീഫ് നല്ലതാണ്, ചിക്കൻ ഫ്രഷ് ആയിട്ടുള്ളത് നല്ലതാണ്, ഫിഷ് ഫ്രഷ് ആയിട്ടുള്ളത് നല്ലതാണ്, മുട്ടയും നല്ലതാണ്. ഇല്ല, മുട്ടയുടെ എണ്ണത്തിന് നല്ലതായിട്ട് ആക്ടിവിറ്റി ഉള്ളവരാണ്, അതായത് എക്സസൈസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മുട്ട 3 എണ്ണം കഴിച്ചോ പ്രശ്നമില്ല ഒരു ദിവസം. വെള്ളയും മഞ്ഞയായിട്ട് കഴിക്കാം, നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ. പക്ഷെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്നവർ ഒരു ദിവസം ഒരു മുട്ടയൊക്കെ കഴിച്ചാൽ മതി. അത് ഒരു മുട്ടയുടെ മഞ്ഞ കഴിച്ചെന്നും പറഞ്ഞ് ഒരു തെറ്റും വരത്തില്ല. അതിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള കൊളസ്ട്രോൾ അല്ല അത്.
നമ്മുടെ പ്രശ്നം ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കൊളസ്ട്രോൾ മുട്ടയിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ. ഓക്കെ, അതായത് ഹാർട്ട് പേഷ്യൻസ് ഈ കോഴിമുട്ടയെ പേടിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യമില്ല. ഒരു ഹോൾ എഗ് കഴിച്ചാൽ ആർക്കും ഒന്നും വരത്തില്ല. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വീണ്ടും ഹോൾ എഗിന്റെ എണ്ണം കൂട്ടാം, മുഴുവൻ മുട്ടയും കഴിക്കുന്നതിന്റെ എണ്ണം കൂട്ടാം എന്നും പറഞ്ഞ് 8ഉം 10ഉം മുഴുവൻ മുട്ട കഴിക്കണം. 2ഓ 3ഓ ഹോൾ എഗ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് കഴിക്കാവുന്നതാണ്. താറാമുട്ടയുടെ കാര്യം പറയുമ്പോഴും അതിന് ആരോഗ്യ സൈഡ് കൂടുതലാണെന്നാണല്ലോ എപ്പോഴും കേൾക്കാറ്. താറാമുട്ട വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് അത്രയും കൂടുതൽ പ്രോട്ടീൻ എത്തുന്നു എന്നുള്ളതാണ്. തണുപ്പാണെന്നൊക്കെ പറയുന്നത്, ശരീരത്തിന് തണുപ്പാണെന്നൊക്കെ. ഇല്ല അങ്ങനെയില്ല. പക്ഷേ ചിക്കൻ കഴിക്കുന്നവർക്ക് ചൂടാണ് എന്ന് പറയുന്നത് ഒരു വാസ്തവമുള്ള കാര്യമാണ്. ചിക്കൻ, അത് പ്രത്യേകിച്ച് പൈൽസ് പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ചിക്കനും കോഴിമുട്ടയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് അതിന്റെ സയന്റിഫിക് പേപ്പേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എക്സ്പീരിയൻസിൽ നിന്ന് പേഷ്യൻസ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പൈൽസ് ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്താൽ പോലും അവർക്ക് അത് ബുദ്ധിമുട്ടാവുന്നു എന്നുള്ളത് നമ്മളത് എക്സ്പീരിയൻസ് പേഷ്യൻസ് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് കോഴിമുട്ടയ്ക്ക് പകരം താറാമുട്ട ഉപയോഗിക്കാം.